കെജ്രിവാളിൻ്റെ സമയം അത്ര നല്ല സമയമല്ലല്ലോ. വിഭവ് കുമാർ അദ്ദേഹത്തിൻ്റെ PA അറസ്റ്റിലായി. ഈ സ്വാതി മലിവാളിൻ്റെ ഈ വിവാദം പുതിയ പുതിയ മാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്ത്രീകളൊക്കെ ബന്ധപ്പെട്ടുള്ള പല വിവാദങ്ങളും പൊന്തി വരുന്നുണ്ട്. ചില അവിഹിത കഥകൾ വരെ പുറത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ വിഭവ് കുമാറിൻ്റെ അറസ്റ്റിലേക്ക് പോലീസിനെ നയിക്കുമ്പോൾ പോലീസിൻ്റെ പക്കൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. മുറിവുകളുണ്ട്, ചതഞ്ഞ പാടുണ്ട്, അവരുടെ അടിവയറിൽ ചവിട്ടി. സ്വാതി പറയുന്ന വളരെ ഭീകരമാണ്. അവരെ 7-8 തവണ കവളത്തടിച്ചു, നിലത്തിട്ട് ചവിട്ടി, മാറിലിടിച്ചു, അവരുടെ മേൽവസ്ത്രം വലിച്ചൂരി, വയറിലും വയറിന് താഴെയും ചവിട്ടി എന്നാണ് FIR പറയുന്നത്. ഇപ്പോൾ എയിംസിൽ പരിശോധന നടത്തിയപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ പരിക്കാണ്. വിഭവ് കുമാർ പ്രതിയായി. പക്ഷേ സ്വാതി പറയുന്നത് കെജ്രിവാളിൻ്റെ പ്രേരണ കൊണ്ട് മർദ്ദിച്ചതാണ്. അപ്പോൾ കൂട്ടുപ്രതിയാണ് കെജ്രിവാൾ. തീർച്ചയായിട്ടും കെജ്രിവാളിന് കഷ്ടകാലം ആണ് എന്ന് പറയേണ്ട കാര്യം തന്നെയില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പ്രതിയായിരിക്കുന്നു. കെജ്രിവാളിനൊപ്പം ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടതിൽ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പ്രതിയാണ്. നേരത്തെ ദില്ലി ഹൈക്കോടതി പറഞ്ഞിരുന്നു പാർട്ടിയെ വേണം പ്രതിയാക്കാമെന്ന്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേസിൽ പ്രതിയാകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പാർലമെൻറ്റ് അംഗം, ഒരു ലേഡി, ഗുരുതരമായ ഒരു ആരോപണമായിട്ട് വന്നിട്ട് ഏതാനും ദിവസങ്ങളായി. സ്വാതി മലിവാൾ. അതെ, രാജ്യസഭാ അംഗമാണ്. അതെ, സ്വാതി ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവർ ഒരു ഓട്ടോറിക്ഷയിൽ ഡൽഹി പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതാണ്. എന്നിട്ട് ആരോ അവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി കേസ് ഫയൽ ചെയ്യുന്നതിൽ നിന്നും പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. തിരിച്ചു വന്നിട്ട് പിന്നെയും ഈ വിവാദത്തിൽ എന്തൊക്കെ സംഭവിച്ചു ഇപ്പോഴവർ എല്ലാം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു. അവർക്ക് എങ്ങനെയൊക്കെ മർദ്ദനമേറ്റു, ആരാണ് മർദ്ദിച്ചത്, എന്താണ് സംഭവിച്ചത്, എത്രമാത്രം ഗുരുതരമാണെന്നുള്ള കാര്യം എല്ലാവരും വിവരിച്ചിരിക്കുന്നു. ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഡൽഹിയിൽ അന്ന് നമ്മൾ നിർഭയ കേസൊക്കെ കേട്ടിട്ടുണ്ട്, സ്ത്രീ പീഡനത്തിൻ്റെ. ആ സമയത്ത് ഈ കെജ്രിവാളൊക്കെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയും സ്ത്രീ സംരക്ഷകൻ എന്ന നിലയിലുമൊക്കെ എത്ര വാചാലനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെത്തുന്ന യുവതികൾക്കും സ്ത്രീകൾക്കും അവർക്ക് സംരക്ഷണമില്ലെന്ന് മാത്രമല്ല, അവരെ ഒരു മാടമ്പിയെ പോലെ മർദ്ദിക്കുന്ന, മാടമ്പി കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഇയാൾ തൻ്റെ സ്റ്റാഫിലെടുത്ത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇതാദ്യമല്ല. ഇപ്പോൾ ഷാസിയ ഇൽമി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ BJPയുടെ വക്താവാണ്. 2019 വരെ ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ, ആം ആദ്മി പാർട്ടി എന്നുള്ള വലിയ മൂവ്മെൻറ്റിൻ്റെ കൂടെ വന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു ഷാസിയ ഇൽമി. ഇപ്പോൾ അവരെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ വേണമെങ്കിൽ പറയാം, നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാര്യ സഹോദരിയാണ്. അവർ കെജ്രിവാളിൻ്റെ ഈ ജനകീയ വലിയ ബഹുജന പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയായി വന്നതാണ്. അവരൊരു സെലിബ്രിറ്റി TV ആങ്കറായിരുന്നു. ദേശ് വിദേശ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പരിപാടിയുടെ ആങ്കർ ആജ് തക്കിലോ സ്റ്റാർ TVയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റികൾ വരെ ഈ ആം ആദ്മി മൂവ്മെൻറ്റിൻ്റെ കൂടെ ഭാഗമായിരുന്നു. ചൂലെന്ന് പറയുമ്പോൾ എല്ലാം വൃത്തിയാക്കാനുള്ള സാധനമാണല്ലോ. അങ്ങനെ വന്ന ഇവർ RK പുരത്ത് പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇവർ പറയുകയാണ്, ഇപ്പോൾ BJPയുടെ MLA ആയിരുന്ന ദുർഗേഷ് പഥക്, പിന്നൊരു കോർപ്പറേറ്ററായ സതീഷ് ഡാഗർ, ഇവർ രണ്ടുപേരും ഇവരോട് വളരെ മോശമായി പെരുമാറി. പൊതുജന മധ്യത്തിൽ വെച്ച് ഏറ്റവും മോശമായ അവഹേളനമാണ് നടത്തിയത്. അത് തുറന്നു പറയാൻ പോലും വയ്യ. മാത്രമല്ല, ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ദേവേന്ദ്ര താക്കൂർ എന്ന് പറയുന്ന മറ്റൊരാൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. ഇവരോട് എതിർത്ത് സംസാരിക്കുന്ന സ്ത്രീകളെ സ്പോട്ടിൽ അടിക്കുകയാണ്. അപ്പം ഇത് മാത്രമല്ല, അവർ ഗുരുതരമായ മറ്റൊരു ആരോപണം പറയുന്നുണ്ട്. BJP ആം ആദ്മി പാർട്ടിക്കാർ ചെയ്യുന്നത്, ആം ആദ്മിയിൽ ചേരുന്ന എല്ലാ ആളുകളുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇതെല്ലാം ഡോസിയേഴ്സ് ആക്കി വെക്കും, ഇങ്ങനെ ഫയലുകൾ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും. ആം ആദ്മി പാർട്ടി പെട്ടുപോയാൽ പിന്നെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കാലമാണ്. അത് ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം, എക്കണോമിക്കലി ആവാം, എങ്ങനെ വേണമെങ്കിലും പിന്നെ ബ്ലാക്ക് മെയിലിൻ്റെ ഇരയായി ട്രാപ്പിൽ കഴിയുന്ന അവസ്ഥയാണ് ആം ആദ്മി പാർട്ടിയിലുള്ളതെന്ന് ഷാസിയ ഇൽമി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊട്ടും അത്ഭുതമില്ല. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലുള്ളതുപോലെ അതിൻ്റെ ഒരു ഹിന്ദി പതിപ്പാണ്. ആം ആദ്മി എന്ന് പറഞ്ഞാൽ കോമൺ മാൻസ് പാർട്ടി എന്നാണ്. കോമൺ മാൻ എന്ന വാക്കിൻ്റെ ഫ്രഞ്ച് പദമാണ് കമ്മ്യൂൺ. അതിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായത്. ഈ കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നോർത്ത് ഇന്ത്യയിൽ വേരുകളില്ലാതെ വന്നപ്പോൾ അതിൻ്റെ ഒരു ആധുനിക രൂപം എന്ന നിലയിലാണ് ഹിന്ദിവൽക്കരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ ഇയാളുടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഓർഗനൈസേഷണൽ പക്ഷേ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഇതൊന്നുമില്ല, ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം പെട്ടെന്ന് പിന്നെ അണ്ണാ ഹസാരയുടെ സ്റ്റേജിൽ നിന്ന് കയറി വന്നതാണ്. പക്ഷെ രൂപീകരിച്ച എങ്ങനെയായാലും അതിൻ്റെ ആശയാടിത്തറ, അതിന് ചായ്വ് എപ്പോഴും ഉള്ളത് ഒരു കോമൺ മാൻ ഇഷ്യൂവിനോടാണ്. പുറമേ പറയുന്നതിന് മാത്രമേ ഉള്ളൂ അത്. കോമൺ മാൻസ് വിംസ് ആൻഡ് ഫാൻസി ചൂലെടുത്ത് വന്നു അഴിമതിക്കെതിരെ. അഴിമതി ഒരു വലിയ പ്രചരണമായി ഒരു പ്ലാങ്കായിട്ട് എടുത്തുകൊണ്ട് അവർ വന്നു. പക്ഷേ അവർ ചെയ്യുന്നതെല്ലാം എന്താ, കോമൺ മാനുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല. കൃത്യമായി കുറച്ചു കാലം ഭരിക്കാൻ കിട്ടിയപ്പോൾ കറപ്ഷൻ, ടോപ്പ് ടു ബോട്ടം. അല്ല, മറ്റൊന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് ദില്ലിയിലെ ഏറ്റവും വലിയ സപ്തനക്ഷത്ര ഹോട്ടലിൽ താമസിക്കും, അതായത് 7 ലക്ഷം രൂപ വാടകയുള്ള സ്യൂട്ടിൽ താമസിക്കും. അതെ അതെ. എന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങി പാർട്ടി സമ്മേളനത്തിന് പോകാൻ വേണ്ടി 75 രൂപയുടെ ചെരുപ്പ്, വള്ളി ചെരുപ്പ് മേടിച്ചിട്ട് ഇസ്തിരി ഷർട്ടുമായിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് പോകും. തിരിച്ചു വന്ന് താമസിക്കുന്നത് വീണ്ടും 7 ലക്ഷം രൂപയുടെ സ്യൂട്ടിലാണ്. അതെ, ഇത് കാപട്യമാണ്, സുന്ദരമായ കാപട്യം. ഈ കാപട്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, 7 ലക്ഷം രൂപയ്ക്കാണ് കേരളത്തിൽ ഈ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടുണ്ടാക്കുന്നത്. അതെ അതെ, 7 ലക്ഷം പോലും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോഴാണ് ഈ ആം ആദ്മി സാധാരണ ജനത്തിന്റെ പ്രതിനിധി മുഖ്യമന്ത്രി ഒരു ദിവസം ചെലവഴിക്കുന്നത് റോയൽ സ്യൂട്ടിൽ താമസിക്കുന്നത്. നമ്മൾ ലൈഫ് മിഷന്റെ പിന്നെ ഫ്ലാറ്റിന് 4 ലക്ഷം രൂപയേ ഉള്ളൂ. അതെ, അപ്പോൾ 2 വീട് വയ്ക്കാവുന്ന പൈസയാണ് ഒരു ദിവസം താമസത്തിന്. ഈ കോമൺ മാൻ്റെ, ഞാൻ പറഞ്ഞത് 4 ലക്ഷം രൂപയേ ഉള്ളൂ. അതെ, കോമൺ മാൻ്റെ മിശിയ. അതെ അതെ. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ടിയുടെ രൂപീകരണവും അതിൻ്റെ നടത്തിപ്പും മൊത്തത്തിലൊരു നോൺസെൻസിക്കൽ സ്ട്രക്ചറിലാണ്. പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. സാർ, അതിനകത്ത് മറ്റൊന്നുകൂടിയുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മളാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ചില സ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില കപിൽ ബജാജ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻ അനുയായി, ശില്പ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ സെക്രട്ടറി, അദ്ദേഹത്തെക്കാളും 16 വയസ്സ് പ്രായം കുറവുണ്ടായിരുന്ന സെക്രട്ടറി ആയിട്ട് 2008 നവംബർ 18 തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അദ്ദേഹത്തിന് ചില NGOകളുണ്ട്, കബീർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ അമേരിക്കൻ ഫോർഡ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സംഘടനകളുടെ ഫണ്ട് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചത്, ചില കമൻ്റൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന് താമസിച്ചപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ ആശാസ്യമല്ലാത്ത വിധത്തിൽ ഈ ശില്പയും ഇദ്ദേഹവും കൂടെ കഴിയുന്നത് കണ്ടു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കപിൽ ബജാജ് നടത്തിയിട്ടുണ്ട്. അത് ഈ സമീപകാലത്ത് അദ്ദേഹം 2008 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഈ അലിഗേഷൻ, 8 വർഷം മുമ്പ് ഒരുപക്ഷെ ഓർമ്മക്കുണ്ടാവും, ആം ആദ്മി പാർട്ടി BJPയുടെ B ടീമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം. ആ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോഴും അതിൻ്റെ പേജുകൾ URL-ലൊക്കെ നമുക്ക് തപ്പിയാൽ കിട്ടും. അത് വീണ്ടും ലൈവായി വന്നിട്ടുണ്ട്. ആ കപിൽ ബജാജ് വീണ്ടും വന്ന് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഷാസിയ ഇൽമി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അദ്ദേഹം പാർട്ടിക്കാരെല്ലാം, പാർട്ടിയിൽ ചേരുന്ന ആളുകളെല്ലാം അവരുടെ ഡാറ്റ എടുക്കും. എന്നിട്ട് അവരെക്കുറിച്ച് ഈ ഡാറ്റ വെച്ചിട്ട് പേഴ്സണൽ ഫയൽസ് ഉണ്ടാക്കും. എന്നിട്ട് ആം ആദ്മി നേതാക്കന്മാർ അവരെ ബ്ലാക്ക്മെയിലിംഗ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, ദില്ലി പോലീസിൻ്റെ കയ്യിലാണ്, അവിടുത്തെ പോലീസ് അധികാരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. ദില്ലി സർക്കാരിന്, അതായത് കെജ്രിവാളിൻ്റെ സർക്കാരിന് പോലീസും വിജിലൻസും ഒന്നുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഫീഡ്ബാക്ക് യൂണിറ്റ് എന്ന പേരിൽ മന്ത്രിസഭ അറിയാതെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസർമാർ, IB ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് യൂണിറ്റ് ഉണ്ടാക്കി. ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇല്ലായിരുന്നു. എന്നിട്ട് രസകരമായ ഒരു ഇതല്ല, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡാറ്റ ശേഖരിക്കുകയാണ്. ഡൽഹിയിലാണല്ലോ പ്രധാനമന്ത്രി മുതൽ സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ സൈനിക മേധാവികൾ വരെയുള്ള ആളുകൾ താമസിക്കുന്ന അവിടെയാണ്. ഇദ്ദേഹം ഇസ്രായേലിൽ പെഗാസസ് കമ്പനിക്ക് ഒരു കത്തയച്ചു, എനിക്ക് മിലിറ്ററി ഗ്രേഡ് ഒരു സ്നൂപ്പിംഗ് ഡിവൈസ് വേണം, സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പെഗാസസ് കമ്പനിക്ക് കത്തയച്ചു. ഈ ഫീഡ്ബാക്ക് യൂണിറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ പെഗാസസ് റിപ്ലൈ കൊടുത്തു, അത് ഞങ്ങൾ പ്രൊവിൻസുകൾ കൊടുക്കാറില്ല, ഒരു സ്റ്റേറ്റിനെ കൊടുക്കാറ്, സോവറിൻ സ്റ്റേറ്റിന് മാത്രമേ കൊടുക്കാറുള്ളൂ, രാജ്യത്തിനെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഒരു രാജ്യമാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മേടിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് കത്തയച്ചാണ്. ഈ കത്ത് കിട്ടിയപ്പോൾ ഈ കത്തും വെച്ച് എനിക്ക് ഞങ്ങളുടെ ഫീഡ്ബാക്ക് യൂണിറ്റിന് ഇത്തരം ഒരു എക്യുപ്മെൻറ്റ് വാങ്ങാൻ പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് കൊടുത്തു. അവർ ഞെട്ടിപ്പോയി. ഒരു സംസ്ഥാന സർക്കാർ പെഗാസസ് പോലെയുള്ള ഒരു ഇസ്രയേലി കമ്പനിയിൽ നിന്ന് മിലിറ്ററി ഗ്രേഡിലുള്ള സ്നൂപ്പിംഗ് ഡിവൈസ് വാങ്ങിയാൽ, അത് ഡൽഹിയിൽ വാങ്ങിയാൽ ഡൽഹിയിലെ എല്ലാ രഹസ്യങ്ങളും ചോർന്നു പോകും.
ഇത് ഈ ചില മണ്ടത്തരം ആശയം കേരള മണ്ടത്തരമല്ല അത് നമുക്കത് അങ്ങനെ കാണാൻ പറ്റും. കാരണം അല്ല, അത് ഒരു സർക്കാരിന് ഡൽഹിയിൽ ഡൽഹി സർക്കാരിൻ്റെ ആവശ്യമില്ല, ലോ ആൻഡ് ഓർഡർ അവരുടെ കാര്യമല്ല. പിന്നെ എന്തിനാണ് ലോകത്തിലെ ഏറ്റവും മുന്തിയ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സംവിധാനം വാങ്ങാൻ ശ്രമിച്ചത്? അന്ന് മുതൽ കെജ്രിവാൾ ആഭ്യന്തര വകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈദൃശമായ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. കാരണം ഇദ്ദേഹം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെ മറന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ഭരിക്കാൻ കിട്ടിയ സ്ഥലം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി വിചാരിക്കുന്നുണ്ടാവും. ചിലരൊക്കെ പറയുന്നത് ഇത് മൊത്തത്തിൽ അദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങൾക്ക്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഉണ്ടാവണം. ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപാട് വിധ്വംസക പ്രസ്ഥാനവുമായി ആഗോളതലത്തിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് ഇതിനകം സൂചനയുണ്ടല്ലോ. ഖലിസ്ഥാൻ്റെ കാര്യം നോക്കൂ. ഖലിസ്ഥാൻ തീവ്രവാദികൾ പഞ്ചാബിൽ അവർ ഭരിക്കുന്നു. അവരുടെ സുവർണകാലമാണ്. പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാനോട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അവിടെ വെച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു പാലത്തിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ മോട്ടോർക്കേഡ് തടയപ്പെടുന്നത്. പാകിസ്ഥാൻ ഒരു ഹാൻഡ് മിസൈൽ ഉപയോഗിച്ചാൽ പ്രധാനമന്ത്രി അറ്റാക്ക് ചെയ്യായിരുന്നു. കാരണം കഷ്ടിച്ച് 5 കിലോമീറ്ററേ ഉള്ളൂ ബോർഡറിലേക്ക്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി 10, 20, 30 മിനിറ്റോളം ഒരു പാലത്തിന് മുകളിൽ സ്ട്രക്കായി കിടന്നു. പാകിസ്ഥാൻ്റെ ഒരു പട്ടാളക്കാരൻ ഒരു തോളത്ത് വെക്കുന്ന ഒരു ഗ്രനേഡ് പ്രയോഗിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്രമിക്കായിരുന്നു. പഞ്ചാബ് പോലീസ്, ആം ആദ്മി പാർട്ടിയുടെ പോലീസാണ് ചെയ്തത്. അതെ, ഇതൊക്കെ ഗുരുതരമായ വിഷയങ്ങളാണ് കേട്ടോ. സത്യത്തിൽ ഈ കെജ്രിവാൾ ഇന്ത്യക്കകത്താണോ അതോ ഇന്ത്യക്ക് പുറത്താണോ അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ്? അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇന്ത്യക്ക് പുറത്തെവിടെയോ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് കെജ്രിവാൾ ഈ കേസിൽ നിന്നല്ല, ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ വരാൻ പോകുന്ന പല കേസുകളിലൂടെ കുരുങ്ങി പോവുകയാണ്. അല്ല, വിഭവ് കുമാറിൻ്റെ കേസ് എങ്ങനെ പോകും? അത് ക്രിമിനൽ കേസാണല്ലോ. അതിൽ കെജ്രിവാൾ പ്രതിയാവാൻ സാധ്യത. കെജ്രിവാൾ അയാൾ കൊടുക്കുന്ന മൊഴി അനുസരിച്ചിരിക്കും. പക്ഷേ വിഭവ് കുമാർ ചിലപ്പോൾ കെജ്രിവാൾ പറഞ്ഞിട്ടല്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ സ്വാതിയുടെ മൊഴിയുണ്ടല്ലോ, സ്വാതി പറയും കെജ്രിവാളിന്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഇയാളാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഡൽഹി പോലീസ് അയാളെ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? കാരണം എന്തിനാ സ്വാതിയെ ഇയാൾ മർദ്ദിക്കണം? അവർ അവിടെ കെജ്രിവാളിനെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഓഫീസിൽ. അപ്പോഴാണ് അയാൾ ഇറങ്ങി വന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയും എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെള്ളക്കടിക്കുകയും ചെയ്തു. എന്നിട്ട് വലിച്ചിട്ട് താഴെ ഇട്ടിട്ട് അവരെ ചവിട്ടി. ആരും തടയുന്നില്ല. ആ ഓഫീസിലപ്പോൾ ഉള്ളവരാരും ഇത് തടയുന്നില്ല. ഭീകരമായ ഒരു അതിക്രമം. അത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സഞ്ജയ് സിംഗ്, അദ്ദേഹം ജയിലിലായിരുന്നല്ലോ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കെജ്രിവാളിന് മുമ്പ് ജാമ്യം കിട്ടി. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, മർദ്ദിച്ചു, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ അപലപിക്കുന്നു, വീട്ടിൽ പോയി കാണുകയും ചെയ്തു, നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നടപടി എടുത്തത് ഇന്നലെ കെജ്രിവാൾ യു പിയിലേക്ക് പോയപ്പോൾ വിഭവ് കുമാറിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയാണ് നടപടി എടുത്തത്. അപ്പോൾ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അതിഷി മർലേന അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവർ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു ഈ ബി ജെ പിയുടെ കയ്യിലെ ടൂളായിട്ട് സ്വാതി കളിക്കുകയാണ്, അവിടെ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ. അത് കെജ്രിവാളിനെ ന്യായീകരിക്കാൻ അയാളുടെ മന്ത്രിസഭയിൽ ഒരു അംഗത്തിന് ബാധ്യതയുണ്ട്. അവരത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ സത്യം പോലീസാണല്ലോ കൊണ്ടുവരേണ്ടത്. ഈ പോലീസ് പിന്നെ ഇപ്പോൾ പോലീസിനെ കെജ്രിവാൾ സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വാതിയുടെയും പിന്നെ ഈ പ്രതിയുടെയും പിന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് വസ്തുത പുറത്തു വരും തീർച്ചയായിട്ടും. അപ്പോൾ പോലീസിന് ആക്ട് ചെയ്യാൻ എവിടെയാണ് ഈ അതിക്രമവും കുറ്റകൃത്യവും നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് അത് കെജ്രിവാളിലേക്ക് എത്തും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ക്രിമിനൽ കേസിൽ കെജ്രിവാൾ, സ്ത്രീ പീഡന കേസിൽ ചിലപ്പോൾ അറസ്റ്റിലാവും. പ്രേരണ കുറ്റമെങ്കിലും വരും, അപ്പൻമെൻറ്റ് എങ്കിലും വരും. അതിൽ തന്നെ തമ്മിൽ ഭേദം ജയിലിൽ കഴിയുന്നതായിരുന്നു. ഇത് ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ അല്ല, ജയിലിൽ കിടക്കുന്നതായിരുന്നു ഇന്ത്യ മുന്നണിക്ക് നല്ലത്. അതെ, ഇന്ത്യ കെജ്രിവാൾ ഇറങ്ങിയിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിയ ശോകമായിരിക്കും. കെജ്രിവാൾ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുകയാണ്. അതോടെ കോൺഗ്രസ് ഇദ്ദേഹത്തെ കൈവിട്ടു മനസ്സുകൊണ്ട്. അദ്ദേഹം പിന്നെ കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടിയെ കുറിച്ച് പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. 10 ഗ്യാരണ്ടി ഒക്കെ പ്രഖ്യാപിച്ച് ഒരു ബദൽ മോഡിയായി വരികയായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അയാൾ പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങളൊക്കെ അങ്ങ് തള്ളി മറിക്കുകയാണല്ലോ. കെജ്രിവാൾ വന്നു, ഇലക്ഷനെ ആകെ മാറ്റി ഒരു മിസിയായി കിട്ടിയതുപോലെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ട് നമ്മൾ വസ്തുത അറിയാൻ ശ്രമിച്ചാൽ
അമ്പേ അതെ, ദയനീയമായിരിക്കും. അപ്പോൾ ഏതായാലും അതിനുള്ള അവസരമില്ല ഇന്നത്തെ കാലത്ത്. വാർത്താ വിവരങ്ങൾ അറിയുവാൻ എന്തെല്ലാം മാർഗം കിട്ടും. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ വിഭവകുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അത് കെജ്രിയിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. യെസ്.